ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കഥ കേൾക്കാനിരിക്കുന്ന എല്ലാവർക്കും കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. 2 ദിവസമായി കൃഷ്ണാസ് സ്റ്റോറി ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല, ചില തിരക്കുകൾ കാരണം. ഇന്ന് നമുക്ക് രാമായണം കഥ വായിക്കാം. സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ, പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ്, തിരുവനന്തപുരം, ഓഡിയോ കൃഷ്ണകുമാരി. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമല്ലോ. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ എന്നും പറയാറുള്ളതുപോലെ തന്നെ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീരാമചന്ദ്രായ നമഃ. കിഷ്കിന്ധ പുനഃപ്രയാണവും ബാലീവധവും. കിഷ്കിന്ധയിലേക്ക് പോകും വഴി വാഴകൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ഒരു വനപ്രദേശം കണ്ടു. അത് ഏതെന്ന് രാമൻ ചോദിച്ചു. സപ്തജനങ്ങൾ എന്നറിയപ്പെടുന്ന താപസന്മാർ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണത്. തല കീഴായി വെള്ളത്തിൽ മുങ്ങി നിന്നാണ് അവർ തപസ്സു ചെയ്തിരുന്നത്. 700 വർഷത്തെ കഠിന തപസ്സിനു ശേഷം അവർ ഉടലോടെ സ്വർഗത്തിലേക്ക് പോയി. മൃഗങ്ങളോ പക്ഷികളോ പോലും അവിടേക്ക് പ്രവേശിക്കാറില്ല. പ്രവേശിച്ചവർ മടങ്ങി വന്നിട്ടുമില്ല. അവിടെ നിന്ന് മനോഹര സംഗീതം കേൾക്കാറുണ്ട്. സുഗന്ധപൂരിതമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കും. മാത്രമല്ല 3 അഗ്നികൾ ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു. വൃക്ഷാഗ്രങ്ങളിലെല്ലാം പുക പറ്റിയിരിക്കുന്നു. രാമലക്ഷ്മണന്മാർ ആ സപ്തർഷികളെ ധ്യാനിച്ചിട്ട് കിഷ്കിന്ധയിലേക്ക് യാത്ര തുടർന്നു. ബാലിയുടെ സങ്കേതത്തിൽ എത്തിച്ചേർന്നു. അവിടുന്ന് ചെയ്ത പ്രതിജ്ഞ പാലിച്ച് എന്നെ രക്ഷിക്കണമെന്ന് രാമനോട് പറഞ്ഞ സുഗ്രീവൻ വീണ്ടും യുദ്ധത്തിന് ബാലിയെ വിളിച്ചു. സുഗ്രീവൻ്റെ ശബ്ദം കിഷ്കിന്ധയിലെങ്ങും മാറ്റൊലിക്കൊണ്ടു. ബാലിയുടെ അന്തഃപുരത്തിലും ആ ശബ്ദം അലയടിച്ചെത്തി. ബാലി നടുങ്ങി. അടക്കാനാവാത്ത കലിയോടെ പുറത്തേക്ക് ചാടിയിറങ്ങിയ ബാലിയെ പ്രേമപൂർവം ഭാര്യ താര തടഞ്ഞ് കോപമടക്കി. സുഗ്രീവനുമായി സന്ധി ചെയ്ത് യുദ്ധം ഒഴിവാക്കണം എന്ന് താര അപേക്ഷിച്ചു. ബാലി അത് ചെവിക്കൊണ്ടില്ല. അഭിമാനം കളഞ്ഞ് ഒരു സഖ്യത്തിന് തയ്യാറല്ലായിരുന്നു ബാലി. താര വീണ്ടും ഉപദേശിച്ചു. പരാജയപ്പെട്ട് ഓടിപ്പോയവർ വീണ്ടും യുദ്ധത്തിന് ക്ഷണിക്കുന്നതിൽ എന്തോ ചതിയുണ്ട്. മാത്രമല്ല ദശരഥപുത്രന്മാരായ രാമലക്ഷ്മണന്മാർ സുഗ്രീവനുമായി സഖ്യം ചെയ്തിട്ടുമുണ്ട്. അംഗദൻ പറഞ്ഞതാണ് ഈ വിവരം. അതുകൊണ്ട് അങ്ങ് സഖ്യം ചെയ്യുന്നതാണ് നല്ലത്. ബാലി പ്രിയപത്നി താരയോട് സൗമ്യമായി ഇപ്രകാരം പറഞ്ഞു. ശത്രുവിൻ്റെ പോർവിളി കേട്ട് അടങ്ങിയിരിക്കുന്നത് ഭീരുത്വമായി മാത്രമേ കാണാൻ കഴിയൂ. പിന്നെ രാമനെ പറ്റി ഭയപ്പെടുന്നത് എന്തിന്? ധർമ്മിഷ്ഠനാണെങ്കിൽ രാമൻ എനിക്കൊരു ദ്രോഹവും ചെയ്യില്ല. നീ കണ്ണുനീർ തുടച്ച് സധൈര്യം പോവുക. അഹങ്കാരിയെങ്കിലും സുഗ്രീവനെ ഞാൻ വധിക്കില്ല. ഒരു ശിക്ഷ കൊടുക്കണം, അത്രമാത്രം. എനിക്ക് പരാജയം സംഭവിക്കില്ല. നീ ധൈര്യമായി പോവുക. താര ബാലിയെ വീണ്ടും പുണർന്നു. ഭർത്താവിൻ്റെ ജയത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ യാത്രയാക്കി. പിന്നെ അന്തഃപുരത്തിലേക്ക് മടങ്ങി. പുറത്ത് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന സുഗ്രീവനെ കണ്ട് ബാലി ചാടിയെടുത്തു. 2 പേരും തമ്മിൽ ഘോരയുദ്ധം തുടങ്ങി. ബാലിയുടെ അടിയേറ്റ് സുഗ്രീവൻ രക്തം ഛർദ്ദിച്ചു. ഇരുവരും ഒപ്പത്തിനൊപ്പം പൊരുതി. അവസാനം സുഗ്രീവൻ തളർന്നു. സഹായത്തിനായി അവൻ്റെ കണ്ണുകൾ രാമനെ പരതി നടന്നു. രാമൻ വില്ലെടുത്ത് വലിച്ചു കെട്ടി. ഞാണൊലി കേട്ട് ആ പ്രദേശമാകെ ഭയന്നു വിറച്ചു. രാമബാണം ചീറിപ്പാഞ്ഞു. അത് ബാലിയുടെ മാറിൽ തറഞ്ഞിറങ്ങി. ബാലി നിലത്ത് വീണു പിടഞ്ഞു. അടുത്ത ഭാഗം ബാലി പുരുഷവാക്യം.
കയറഴിച്ചിട്ട ഇന്ദ്രധ്വജമെന്ന പോലെ ആ കബീന്ദ്രൻ ഭൂമിയിൽ കിടന്നു. ശ്രീരാമചന്ദ്രൻ കോദണ്ഡം നിലത്തൂന്നി പുഞ്ചിരി പൊഴിച്ച് സമീപത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ കവി ചക്രവർത്തി പരുഷവാക്കുകളാൽ ഇപ്രകാരം പറഞ്ഞു: രാജകുമാരനും കുലീനനുമായ അങ്ങ് നേരിട്ട് യുദ്ധം ചെയ്യാതെ എന്നെ എന്തിനാണ് വധിച്ചത്? അങ്ങ് സദാചാര നിരതനും പ്രജാക്ഷേമ തൽപരനുമാണല്ലോ. എൻ്റെ പത്നി താര എന്നെ തടഞ്ഞിട്ടും അങ്ങയിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ യുദ്ധത്തിന് തയ്യാറായത്. മറ്റൊരുവനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ എന്നെ നീ വധിക്കാൻ പാടില്ലായിരുന്നു. ഒളിഞ്ഞു നിന്നുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുതായിരുന്നു. ഈ നീച്ച പ്രവൃത്തി മൂലം നീ അധാർമികനും ധർമ്മധ്വംസകനും ആയി തീർന്നിരിക്കുന്നു. നിന്നെ ഒരിക്കലും നിന്ദിക്കാത്ത എന്നെ ചതിച്ചു വധിച്ചതിന് ന്യായമില്ല. സജ്ജനങ്ങൾ നിന്നെ പഴിക്കും. നേരിട്ടെന്നെ എതിർത്തിരുന്നെങ്കിൽ നീ ഇന്ന് ജീവനോടെ ഇരിക്കുമായിരുന്നില്ല. സുഗ്രീവ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് നീ ഇത് ചെയ്തതെന്ന് ഞാൻ കരുതുന്നു. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ ഞാൻ നിന്റെ പത്നിയെ വീണ്ടെടുത്തുകൊണ്ട് വരുമായിരുന്നു. രാവണൻ്റെ കഴുത്തിൽ കയറിട്ട് കെട്ടി നിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരുമായിരുന്നു. ബാണം തറച്ച വേദനയോടെ ഇത്രയും പറഞ്ഞ ബാലി മൗനമായി ശ്രീരാമനെ തന്നെ നോക്കിക്കിടന്നു. ബാലിയുടെ കുറ്റപ്പെടുത്തലുകളും വേദന നിറഞ്ഞ വാക്കുകളും കേട്ട രാമചന്ദ്രൻ ഇപ്രകാരം ശാന്തനായി പറഞ്ഞു: അവിവേകം കൊണ്ടാണ് നീ എന്നെ ഇങ്ങനെ നിന്ദിക്കുന്നത്. ഈ രാജ്യം ഇപ്പോൾ ഭരിക്കുന്നത് ഭരതനാണ്. ഭരതൻ്റെ ആജ്ഞാനുവർത്തികളായ ഞങ്ങൾ ധർമ്മത്തിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരെ ഞങ്ങൾ ശിക്ഷിക്കുന്നു. നിന്നെയും അതുകൊണ്ടാണ് ശിക്ഷിച്ചത്. സനാതന ധർമ്മം വെടിഞ്ഞ് നീ അനുജൻ്റെ ഭാര്യയെ അപഹരിച്ചു. സുഗ്രീവൻ്റെ പത്നി രുമ നിനക്ക് ആരായിരിക്കണം? ഈ തെറ്റിന് ശിക്ഷ ഇതുമാത്രമേയുള്ളൂ. സഖ്യ സമയത്ത് അവൻ്റെ ശത്രുവിനെ വധിക്കുമെന്ന് ഞാൻ സുഗ്രീവന് വാക്കുകൊടുത്തിരുന്നു. എൻ്റെ പ്രതിജ്ഞ ഞാൻ പാലിച്ചു. അത് ധർമ്മം തന്നെയാണ്. രാജാക്കന്മാർ നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളവരാണ്. ധർമ്മത്തെ അനുസരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന എനിക്ക് ഇതിൽ ദുഃഖമേയില്ല. രാമൻ്റെ വാക്കുകൾ ബാലിയെ ശാന്തനാക്കി. ആലോചനയില്ലാതെ കുറ്റപ്പെടുത്തിയതിനും അധിക്ഷേപിച്ചതിനും ബാലി രാമചന്ദ്രനോട് മാപ്പ് പറഞ്ഞു. തനിക്കിത് സംഭവിച്ചത് വിധിമൂലമാണെന്നും ആരോരുമില്ലാത്ത മകൻ അംഗദനെയും ഭാര്യ താരയെയും രക്ഷിക്കണമെന്നും രാമനോടവൻ പറഞ്ഞു. മാത്രമല്ല സുഗ്രീവനെയും അംഗദനെയും ഒന്നുപോലെ സ്നേഹിക്കണമെന്നും അപേക്ഷിച്ചു. രാമൻ ബാലിയെ സമാശ്വസിപ്പിച്ചു. നീ ചെയ്ത തെറ്റിന് ശിക്ഷ ലഭിച്ചു. നീ ഇപ്പോൾ പാപവിമുക്തനായിരിക്കുന്നു. അംഗദൻ നിനക്കെങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാവും അവൻ എനിക്കും സുഗ്രീവനും എന്നുകൂടി രാമൻ ബാലിയെ അറിയിച്ചു. ഇത്തരത്തിലുള്ള ഉപദേശവും സാന്ത്വനവും കേട്ട് ബാലി മിഴികൾ പൂട്ടി അന്ത്യകാലം കാത്ത് മയങ്ങിക്കിടന്നു. അടുത്ത ഭാഗം താരാവിലാപം. ഭർത്താവ് മരിച്ചെന്ന വാർത്ത കേട്ട താര പുത്രനായ അംഗദനുമൊത്ത് അവിടേക്ക് ഓടിച്ചെന്നു. പോകും വഴി പിന്തിരിഞ്ഞോടിയ വാനരന്മാരെ കണ്ട് താര ചോദിച്ചു: കൂട്ടത്തിലുള്ള ആൾ വീണുപോയാൽ പേടിച്ചോടുകയാണോ വേണ്ടത്? അവർ ഉടനെ മറുപടി പറഞ്ഞു: രാമൻ ബാലിയെ വധിച്ചു. ഇനി അംഗദനെ രക്ഷിക്കണം. അതിനുടനെ അംഗദനെ രാജാവായി വാഴിക്കണം. വീരപത്നിയായ താര അവരോട് പറഞ്ഞു: എൻ്റെ ഭർത്താവ് മരിച്ചു. ഇനി എനിക്ക് പുത്രൻ എന്തിന്? രാജ്യം എന്തിന്? ഞാനിനി ജീവിച്ചിരിക്കുന്നത് തന്നെ എന്തിന്? എനിക്കെൻ്റെ പ്രിയനെ കാണണം. താര മാറത്തലച്ചുകൊണ്ട് ലക്ഷ്മണനെയും ശ്രീരാമനെയും സുഗ്രീവനെയും പിന്നിട്ട് ചെന്ന് ബാലിയെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചു. ഹൃദയം പൊട്ടിക്കരയുന്ന താരയെയും അംഗദനെയും കണ്ടപ്പോൾ സുഗ്രീവൻ്റെ കണ്ണുകളും ഈറനണിഞ്ഞു. കരയുന്നതിനിടയ്ക്ക് താര ബാലിയോട് പറഞ്ഞു: അങ്ങ് അനുജൻ്റെ ഭാര്യയെ അപഹരിച്ച് അനുജനെ ഓടിച്ചു. അതിൻ്റെ ഫലമാണിത്. എന്നും നല്ലത് പറഞ്ഞ എന്നെ അങ്ങ് മാനിച്ചില്ല. എല്ലാം വിധി തന്നെ.
ഞങ്ങൾ അനാഥരായി. അവിടുന്ന് നമ്മുടെ മകൻ്റെ നെറുകയിൽ മുകർന്ന് അവനെ അനുഗ്രഹിക്കൂ. ഇളയച്ചൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് രാജ്യം ഭരിക്കണമെന്ന് ബാലി മകനെ ഉപദേശിച്ചു. പ്രിയ പിതാവിനെ ഒന്നുകൂടി കണ്ടുകൊള്ളണമെന്നും ഇനി നിനക്ക് കാണാനാവില്ല എന്നും അംഗദനോട് താര പറഞ്ഞു. അങ്ങ് കൃതാർത്ഥനായി രുമ അധീനത്തിലായി കഴിഞ്ഞില്ലേ? ഇനി രാജ്യം ഭരിച്ചുകൊള്ളുക എന്ന് സുഗ്രീവനോട് പറഞ്ഞുകൊണ്ട് കുലീനയും അതിമനോഹരാംഗിയുമായ ആ മഹാറാണി ആത്മനാഥൻ കിടക്കുന്ന അവനീതലത്തിൽ പ്രായോപവേശത്തിനൊരുങ്ങി. ആകാശത്തിൽ നിന്നും അപ്പോൾ പതിച്ച ഒരു നക്ഷത്രം പോലെ ബാലിയുടെ സമീപത്തിൽ വീണുകിടക്കുന്ന താരയോട് കവി സൈന്യാധിപനായ ഹനുമാൻ ഇപ്രകാരം പറഞ്ഞു: കർമ്മങ്ങൾക്കനുസരിച്ചാണ് ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇനി നീ നിന്റെ കടമകൾ നിർവഹിക്കുക. നിന്റെ ഭർത്താവ് മരിച്ചു. ഇനി അംഗദനെ രാജാവായി വാഴിച്ച് വാനരകുലത്തെ രക്ഷിച്ചാലും ബാലിക്കും വേണ്ട അന്ത്യകർമ്മങ്ങളും അനുഷ്ഠിക്കുക. അപ്പോൾ താര ഹനുമാനോട് പറഞ്ഞു: ഈ അംഗദനെ പോലെ ഒരു 100 പുത്രന്മാർ ഉണ്ടായിരിക്കട്ടെ. എന്നാലും ഹതനായ ഈ വീരനെ ആലിംഗനം ചെയ്യുന്നതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. ഈ രാജ്യം ഭരിക്കാൻ യോഗ്യൻ സുഗ്രീവൻ തന്നെയാണ്. മകന് എല്ലാ വിധത്തിലും രക്ഷകനും ബന്ധുവും പിതാവാണ്, മാതാവല്ല. എൻ്റെ കടമ ഈ ഹരീശ്വരൻ്റെ സാമീപ്യവും ശുശ്രൂഷയും മാത്രം. ഭർത്താവ് മുന്നിൽ കിടന്ന് മരിക്കുന്ന ഈ സ്ഥലത്തിന് മീതയായി മറ്റൊന്നും തന്നെ എനിക്കില്ല. അംഗദൻ കണ്ണീരോടെ അച്ഛൻ്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചു. മരിച്ചു കിടക്കുന്ന അച്ഛനോട് നിരുദ്ധകണ്ഠനായ അംഗദൻ ചോദിച്ചു: അവിടുത്തെ വന്ദിക്കുമ്പോഴെല്ലാം എനിക്ക് ദീർഘായുസ് ആശംസിക്കാറുള്ള എൻ്റെ അച്ഛൻ ഇന്നെന്താണ് എന്നെ അനുഗ്രഹിക്കാത്തത്? മരിച്ചു കിടന്ന ഭർത്താവിൻ്റെ മുഖം നോക്കി അഴലാഴിയിലാണ്ട താര ബാലിയെ പുണർന്ന് വെട്ടിയിട്ട മരത്തിലെ വള്ളി പോലെ ചലനരഹിതയായി. അംഗദൻ കണ്ണുനീർ വാർത്തു. അടുത്ത ഭാഗം സുഗ്രീവാനുതാപം. തീവ്ര ദുഃഖം തളം കെട്ടി നിന്ന ആ രംഗത്തു നിന്ന് സുഗ്രീവൻ രാമൻ്റെ സന്നിധിയിലെത്തി വിങ്ങിപ്പൊട്ടി. രാമൻ പ്രതിജ്ഞ നിറവേറ്റിയെന്നും പക്ഷേ താൻ ഇന്ന് കുറ്റബോധമുള്ളവനാണെന്നും സുഗ്രീവൻ പറഞ്ഞു. ജ്യേഷ്ഠനെ കൊന്നത് നീച കാര്യമാണ്. യുദ്ധത്തിൽ തളർന്ന എന്നെ കൊല്ലാതെ മടങ്ങിപ്പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞതിൽ നിന്ന് ജ്യേഷ്ഠന് എന്നെ വധിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. ആ ജ്യേഷ്ഠനെ ഞാൻ വധിച്ചു. അതുകൊണ്ട് തന്നെ പാപിയായ ഞാൻ അഗ്നിപ്രവേശം ചെയ്യുകയാണ്. ഞാൻ മരിച്ചാലും എൻ്റെ സുഹൃത്തുക്കൾ സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊണ്ടുതരും. എന്നെ ജീവത്യാഗം ചെയ്യാൻ അനുവദിക്കണം. രാമനോട് സുഗ്രീവൻ അപേക്ഷിച്ചു. രാമൻ ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ. ഈ അവസരത്തിൽ ഭർതൃജടത്തിൽ വീണ് കരഞ്ഞുകൊണ്ടിരുന്ന താര മെല്ലെ എഴുന്നേറ്റ് രാമനോട് പറഞ്ഞു: എൻ്റെ ഭർത്താവിനെ വധിച്ച അതേ ആയുധം കൊണ്ട് എന്നെയും വധിച്ചേക്കുക. ഞങ്ങൾക്ക് അന്യോന്യം പിരിഞ്ഞു ജീവിക്കാൻ സാധ്യമല്ല. പത്നിവിയോഗ ദുഃഖം അവിടുത്തേക്കും അറിയാമല്ലോ. ഇത് കേട്ട രാമൻ താരയോട് പറഞ്ഞു: ഈ ലോകത്തിൽ മാറി മാറി വരുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കണം. എങ്ങനെയെന്ന് തീരുമാനിക്കുന്നത് ബ്രഹ്മാവാണ്. വിധിയെ മറികടക്കാൻ ആർക്കും കഴിയില്ല. നീ ഭയക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിന് ഒരു മാറ്റവും ഉണ്ടാകില്ല. നിന്റെ പുത്രൻ യുവരാജാവാകും. ഞാൻ ഒരിക്കലും അർത്ഥമില്ലാതെ പറയില്ലെന്നറിയാമല്ലോ. മരിച്ചവരെക്കുറിച്ച് വ്യസനിക്കാതെ ലോകാചാരപ്രകാരമുള്ള ഒരുക്കങ്ങൾ ചെയ്യുക. പൊരുതി മരിച്ച ധീരനായ ബാലിയെ ചൊല്ലി അനുതപിക്കാതെ അഭിമാനിക്കൂ. രാമൻ അവരെ ഉപദേശിച്ചു. സുഗ്രീവ പട്ടാഭിഷേകം. രാമൻ സുഗ്രീവനെയും താരയെയും അംഗദനെയും സമാശ്വസിപ്പിച്ചു. പിന്നീട് ലക്ഷ്മണനും ബാലിയുടെ സംസ്കാര കർമ്മങ്ങൾ ചെയ്യുവാൻ സുഗ്രീവനെ പ്രേരിപ്പിച്ചു. അംഗദൻ വരുത്തിയ പല്ലക്കിൽ ബാലിയുടെ ജഡം കയറ്റി പട്ടടയിലേക്ക് വെച്ചു. ബാലിയുടെ ശരീരം കണ്ട് താര പൊട്ടിക്കരഞ്ഞു.
അവളെ പരിചാരികമാരും സഖികളും കൂടി സമാശ്വസിപ്പിച്ചു. അംഗദനും സുഗ്രീവനും ഉദകക്രിയകൾ നിർവഹിച്ചു. അതിനുശേഷം സുഗ്രീവൻ്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. ഈ വാനരരാജ്യം അവിടുന്ന് ഏറ്റെടുത്ത് ഐശ്വര്യത്തോടെ ഭരിക്കണമെന്ന് ഹനുമാൻ സുഗ്രീവനോട് അഭ്യർത്ഥിച്ചു. വ്രതബദ്ധനായ രാമൻ ചടങ്ങുകളിൽ പങ്കെടുത്തില്ല. അംഗദനെയും അങ്ങ് അഭിഷേകം ചെയ്യുക. ഇത് ശ്രാവണ മാസക്കാലമാണ്. ഇനി 4 മാസം വർഷക്കാലമാണ്. ഞാനും ലക്ഷ്മണനും അത്രയും കാലം ഒരുമിച്ച് മാറി താമസിച്ചു കൊള്ളാം. ഈ കാലം അത്രയും അങ്ങ് രാജ്യഭരണം നിർവഹിക്കുക. കാർത്തിക മാസം നമുക്ക് വീണ്ടും സീതാന്വേഷണം ആരംഭിക്കാം, രാമൻ സുഗ്രീവനോട് പറഞ്ഞു. രാമാജ്ഞയനുസരിച്ച് അംഗദനെയും യുവരാജാവായി വാഴിച്ചു. പിന്നീട് രമയുമൊന്നിച്ച് സുഗ്രീവൻ രാജകീയ സുഖഭോഗങ്ങളിൽ മുഴുകി സന്തോഷത്തോടെ കഴിഞ്ഞു. സുഗ്രീവൻ രാജധാനിയിലേക്ക് മടങ്ങിയതിനു ശേഷം രാമൻ ലക്ഷ്മണനുമൊത്ത് മഴക്കാലം കഴിച്ചുകൂട്ടുന്നതിന് പ്രസ്രവണം എന്ന പർവ്വതത്തിലേക്ക് പിൻവാങ്ങി. അവിടെ താമസിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഗുഹ അവർ കണ്ടുപിടിച്ചു. ആ പ്രദേശം അവർക്ക് വളരെ ഹൃദ്യമായി തോന്നി. സുഗ്രീവ രാജധാനിയിൽ നിന്നുയരുന്ന വാദ്യഘോഷങ്ങളും സംഗീതാലാപനങ്ങളും അവിടെ കേൾക്കാമായിരുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ സീതയെക്കുറിച്ചുള്ള ചിന്തകൾ രാമൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തും. ആ മുഖം വിഷാദഭരിതമാകും, കണ്ണുകൾ നിറഞ്ഞൊഴുകും. വിരഹവേദന അനുഭവിക്കുന്ന ജ്യേഷ്ഠനെ ലക്ഷ്മണൻ ഓരോന്ന് പറഞ്ഞ് സാന്ത്വനിപ്പിക്കും. ശരത്കാലം വരും വരെ കാത്തിരിക്കുവാൻ അപേക്ഷിക്കും. സുഗ്രീവൻ പ്രതിജ്ഞ പാലിക്കുമെന്ന് പറഞ്ഞ് ലക്ഷ്മണൻ ശ്രീരാമനെ സമാശ്വസിപ്പിക്കും. എങ്കിലും വിവിധങ്ങളായ വർഷകാല വർണ്ണചിത്രങ്ങൾ വിരഹിയായ രാമനെ വല്ലാതെ വേദനിപ്പിച്ചു. അങ്ങനെ ആ വർഷകാലം അത്രയും രാമൻ സീതയെക്കുറിച്ചുള്ള ഓർമ്മകളുമായി കഴിച്ചുകൂട്ടി. രാമകോപം. അടുത്ത ഭാഗം. മഴക്കാലം കഴിഞ്ഞു. ആകാശവും ദിക്കുകളും തെളിഞ്ഞു. കാറ്റൊഴിഞ്ഞു. ഭൂമി പൂത്തു തളിർത്തു. അഴുക്കുകൾ എല്ലാം നീങ്ങി ശുദ്ധമായി. ഇതെല്ലാം കഴിഞ്ഞിട്ടും മദ്യത്തിൻ്റെ ലഹരിയിൽ മുഴുകിക്കഴിയുന്ന സുഗ്രീവനെക്കുറിച്ചായിരുന്നു രാമൻ്റെ ചിന്ത. 4 മാസക്കാലം തള്ളി നീക്കിയ രാമൻ നിരാശയോടും കോപത്തോടും കൂടി ലക്ഷ്മണനോട് പറഞ്ഞു, മഴക്കാലം കഴിഞ്ഞു. ഇനി യുദ്ധങ്ങൾക്ക് പറ്റിയ സമയമാണ്. ഇനിയും സുഗ്രീവനെ കാണുന്നില്ല. എല്ലാം മറന്ന് അവൻ കഴിയുകയാവണം. ഒരു വേള നമ്മെ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളഞ്ഞിരിക്കും. രാമൻ്റെ മുഖം കോപം കൊണ്ട് തുടുത്തു. കൈകൾ പ്രതികാരത്തിന് തരിച്ചു. വേഗം പോയി സുഗ്രീവനെ കാണാൻ ലക്ഷ്മണനോട് പറഞ്ഞു. ഒന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാലിയുടെ മാറുപിളർന്ന ബാണം ഇന്നും എൻ്റെ കയ്യിലുണ്ട്. വാക്ക് തെറ്റിച്ചാൽ സുഗ്രീവനെ മാത്രമല്ല ആ കുലത്തെ മുഴുവനും മുടിക്കുവാൻ എന്നെ കൊണ്ട് കഴിയും. രാമൻ്റെ ദുഃഖവും കോപവും കണ്ട ലക്ഷ്മണൻ നേരെ കിഷ്കിന്ധയിലേക്ക് പുറപ്പെട്ടു. പോകാൻ നേരം രാമൻ ലക്ഷ്മണനോട് അവിടെ ചെന്ന് അവിവേകമൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞു വിട്ടു. എന്തു ചെയ്യണമെന്ന് മനസ്സിലുറച്ച് ലക്ഷ്മണൻ അങ്ങോട്ടേക്ക് ആയുധസമേതനായി പുറപ്പെട്ടു. കണ്ണിൽ കണ്ടതെല്ലാം ദേഷ്യത്തിൽ തകർത്തുകൊണ്ട് പാഞ്ഞു ചെന്ന അദ്ദേഹത്തെ കണ്ട് വാനരപ്പട ആക്രമണത്തിന് തയ്യാറെടുത്തു. അതും കൂടിയായപ്പോൾ ലക്ഷ്മണന് കോപം അടക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ വാനരപ്പട അകത്തേക്ക് വലിഞ്ഞു. ആയുധപാണിയായി ക്രുദ്ധനായി കടന്നു വരുന്ന ലക്ഷ്മണനെ കണ്ടതും അംഗദൻ മുമ്പിലെത്തി വണങ്ങി നിന്നു. താൻ വന്ന വിവരം വേഗം സുഗ്രീവനെ അറിയിക്കാൻ ലക്ഷ്മണൻ അംഗദനോട് പറഞ്ഞു. അംഗദൻ സുഗ്രീവനെ വിവരം ഉടൻ ഉണർത്തിച്ചു. കാമാർത്തനായി ലക്ക് കെട്ടുകിടന്ന സുഗ്രീവൻ അംഗദൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. ആപത്ത് മണത്തറിഞ്ഞ മറ്റു വാനരന്മാർ സുഗ്രീവന് ചുറ്റും കൂടി ബഹളം വെച്ച് അവനെ ഉണർത്തി ലക്ഷ്മണൻ്റെ ആഗമനം അറിയിച്ചു. സുഗ്രീവൻ സംഭ്രാന്തചിത്തനായി ചിന്താപരവശനായി ഭയന്നിരുന്ന അവനോട് ഹനുമാൻ പറഞ്ഞു, രാമൻ ചെറിയ ദേഷ്യം കൊണ്ടാവണം ലക്ഷ്മണനെ ഇങ്ങോട്ടയച്ചത്.
കാലം പോയത് അവിടുന്ന് അറിഞ്ഞില്ല. ശരത്ത് വന്നു. ഇനി രാമനു വേണ്ടി അവിടുന്ന് ഒന്നും ചെയ്തില്ല. ഇനിയും രാമനു വേണ്ടി അവിടുന്ന് ഒന്നും ചെയ്തില്ല. ലക്ഷ്മണനെ ചെന്ന് കണ്ട് നയത്തിൽ കാര്യങ്ങൾ പറയണം. അവരെ പിണക്കിയാൽ നമ്മുടെ വംശത്തിന് തന്നെ അത് നാശമായിരിക്കും. അടുത്ത ഭാഗം ലക്ഷ്മണൻ്റെ കിഷ്കിന്ധാ പ്രവേശം. കിഷ്കിന്ധയിലെ ഗുഹയിൽ ലക്ഷ്മണൻ എത്തിയപ്പോൾ കാവൽക്കാർ ബഹുമാനത്തോടെ മാറി നിന്നു. രണ്ട് വശങ്ങളിലും കെട്ടിടങ്ങളും കച്ചവട സ്ഥലങ്ങളും നിറഞ്ഞ ഒരു വലിയ ഗുഹയായിരുന്നു അത്. അവിടെ വാനരശ്രേഷ്ഠന്മാർക്കുള്ള മണിമാളികകൾ പ്രത്യേകം ഉണ്ടായിരുന്നു. മനോഹരമായ പുഷ്പങ്ങളുടെയും ചന്ദനം, പനിനീര് എന്നിവയുടെയും പരിമളം അന്തരീക്ഷത്തിൽ തിങ്ങി നിന്നിരുന്നു. ഇന്ദ്രൻ്റെ അരമനയ്ക്ക് തുല്യമായ സുഗ്രീവ ഭവനത്തിൻ്റെ മുന്നിൽ ലക്ഷ്മണൻ എത്തി. കാവൽ നിന്നിരുന്നവരെ കണക്കാക്കാതെ ലക്ഷ്മണൻ സുഗ്രീവൻ്റെ അന്തഃപുരത്തിൽ പ്രവേശിച്ചു. സംഗീതത്തിൻ്റെയും വാദ്യഘോഷങ്ങളുടെയും ശബ്ദം കൊണ്ട് അവിടം മുഖരിതമായിരുന്നു. സുന്ദരിമാരായ യുവതികൾ അങ്ങിങ്ങ് നടക്കുന്നതും നൃത്തം ചെയ്യുന്നതും കണ്ട ലക്ഷ്മണന് അനുവാദം ചോദിക്കാതെ അകത്തു കടന്നതിൽ ലജ്ജ തോന്നി. മനസ്ഥൈര്യം വീണ്ടുകിട്ടിയ ലക്ഷ്മണൻ ഞാണൊലിയിട്ട് തൻ്റെ വരവറിയിച്ചു. ആ ശബ്ദം കേട്ട് സുഗ്രീവൻ നടുങ്ങിപ്പോയി. അപ്പോഴാണ് അംഗദൻ വന്ന് പറഞ്ഞ കാര്യം സുഗ്രീവൻ ഓർമ്മിച്ചത്. താരയോട് സുഗ്രീവൻ ഉടനെ ഇങ്ങനെ ചോദിച്ചു: ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലക്ഷ്മണൻ കോപിഷ്ഠനായി ഇവിടെ പാഞ്ഞെത്തിയിരിക്കുന്നത്? നീ ഉടനെ ചെന്ന് കുമാരനെ എങ്ങനെയെങ്കിലും ശാന്തനാക്കണം. വീരന്മാരൊരിക്കലും സ്ത്രീകളോട് കോപിക്കയില്ലല്ലോ. അതുകൊണ്ട് നീ മുമ്പേ പോവുക. ലക്ഷ്മണൻ ശാന്തനായ ശേഷം ഞാൻ പിറകെ വരാം. താരയാകട്ടെ അതേപടി തൻ്റെ വസ്ത്രധാരണത്തെപ്പറ്റി പോലും ചിന്തിക്കാതെ ലക്ഷ്മണൻ്റെ മുന്നിലെത്തി. ലജ്ജാപൂർവം തല കുമ്പിട്ട് നിന്നു. മധു ഏറെ കഴിച്ചതുമൂലം താരയുടെ ബുദ്ധി തന്നെ മന്ദീഭവിച്ചതുപോലെ ആയിരുന്നു. ചെന്നപാടെ കുമാരൻ എന്തിനാണ് കോപിക്കുന്നതെന്നും ഏത് കൽപ്പനയും അനുസരിക്കാൻ തയ്യാറാണ് തങ്ങളെല്ലാവരും എന്നും ഉണർത്തിച്ചു. ഇത് കേട്ട് ലക്ഷ്മണൻ ഗൗരവം വിടാതെ താരയോട് ചോദിച്ചു: സുഖഭോഗങ്ങൾ അനുഭവിച്ചു കഴിയുന്നതിനിടയിൽ സുഗ്രീവൻ ഞങ്ങൾക്ക് തന്നിരുന്ന വാക്ക് മറന്ന കാര്യം നീ ശ്രദ്ധിച്ചില്ലേ? ഞങ്ങൾ അദ്ദേഹത്തിന് 4 മാസത്തെ അവധി നൽകിയിരുന്നു. അത് ഇന്നോടെ തീരുകയാണ്. വാക്ക് പാലിക്കാതിരിക്കുക വീരന്മാർക്ക് ചേർന്നതല്ല. മിത്രങ്ങളെ കൈവെടിഞ്ഞാൽ ആപത്തായിരിക്കും ബലം. ഇനി വേണ്ടതെന്തെന്ന് നീ ആലോചിച്ച് ചെയ്താൽ മതി. പ്രതിജ്ഞ പാലിക്കുന്നതിൽ തെറ്റുപറ്റിപ്പോയത് താര സമ്മതിച്ചു. സ്ത്രീകളുടെ മുന്നിലെത്തിയാൽ മഹർഷിമാർക്ക് പോലും അങ്ങനെയേ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ വെറും വാനരന്മാരായ സുഗ്രീവൻ്റെ കാര്യം പറയാനുമില്ലല്ലോ. ലക്ഷ്മണൻ കോപിക്കരുതെന്നും സീതാന്വേഷണത്തിന് പുറപ്പെടുവാൻ കൽപ്പന നൽകാനായി വാനര സൈന്യങ്ങളെ മുഴുവൻ ഒത്തുകൂട്ടുവാൻ സുഗ്രീവൻ ഇതിനകം ആജ്ഞാപിച്ചിട്ടുണ്ടെന്നും താര പറഞ്ഞു. തുടർന്ന് താര സബഹുമാനം കുമാരനെ അന്തഃപുരത്തിലേക്ക് കൊണ്ടുപോയി. ആ സമയം മത്തുപിടിച്ച് രുമയെ കെട്ടിപ്പിടിച്ച് സിംഹാസനത്തിൽ ഇരുന്നിരുന്ന സുഗ്രീവനെ കണ്ട് ലക്ഷ്മണൻ്റെ കോപം ഇരട്ടിച്ചു. ലക്ഷ്മണനെ കണ്ടതും സുഗ്രീവൻ ചാടി എഴുന്നേറ്റു. വെഞ്ചാമരം പിടിച്ചിരുന്ന സ്ത്രീകളും രുമയും പേടിച്ച് പിന്മാറി. സുഗ്രീവ, വീരന്മാർ കൃത്യനിഷ്ഠയുള്ളവരും നന്ദിയുള്ളവരുമായിരിക്കണം. ഉപകാരസ്മരണ ഇല്ലാത്തവൻ ശക്തനായാലും നീചനാണ്. പ്രത്യുപകാരം ചെയ്യാത്തവനെ കൊല ചെയ്യാൻ ഒരിക്കലും മടിക്കേണ്ടതില്ല. അങ്ങനെയുള്ളവർക്ക് യാതൊരു പ്രായശ്ചിത്തവും വിധിച്ചിട്ടില്ല. 4 മാസം കഴിഞ്ഞിട്ടും അങ്ങ് രാമന് നൽകിയ വാക്ക് പാലിച്ചിട്ടില്ല. മാത്രമല്ല സുഖഭോഗങ്ങളിൽ മുഴുകി രാമനെ തന്നെ നീ മറന്ന മട്ടാണ്. ബാലിക്ക് സംഭവിച്ചതും തന്നെ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങയ്ക്ക് രാമബാണത്തിൻ്റെ ചൂടറിയേണ്ടി വരും. ലക്ഷ്മണൻ്റെ ഇത്തരത്തിലുള്ള വാക്ശരങ്ങൾ കേട്ട് താരാദേവി പോലും നടുങ്ങി.
സുഗ്രീവനോട് കോപിക്കരുതെന്ന് അവൾ കേണപേക്ഷിച്ചു. സുഗ്രീവൻ വാക്ക് പാലിക്കാത്തവനല്ലെന്നും അവൾ ഓർമ്മിപ്പിച്ചു. രാമൻ്റെ സഹായത്താലാണ് രാജ്യവും ഭാര്യയെയും വീണ്ടെടുക്കാൻ കഴിഞ്ഞതെന്ന് സുഗ്രീവന് നന്നായിട്ടറിയാം. വളരെ കാലം ദുഃഖിതനായിരുന്ന അദ്ദേഹം നഷ്ടപ്പെട്ടവ തിരികെ കിട്ടിയപ്പോൾ അവ ആസ്വദിച്ച് സമയം പോയതറിഞ്ഞില്ല എന്നു മാത്രം. ഖ്യാതാച്ചിയിൽ മയങ്ങിപ്പോയ വിശ്വാമിത്രൻ 10 വർഷം കടന്നുപോയത് അറിയാത്തതുപോലെ തന്നെയാണ് സുഗ്രീവന് സംഭവിച്ചതെന്ന് താര പറഞ്ഞു. പ്രപഞ്ച രഹസ്യങ്ങൾ അറിയാവുന്ന വിശ്വാമിത്രന് അങ്ങനെ സംഭവിക്കാമെങ്കിൽ വെറും സാധാരണക്കാരനായ ഒരു വാനരൻ്റെ കാര്യത്തിൽ അങ്ങനെ വന്നതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ. അതുകൊണ്ട് പാവപ്പെട്ട ഇവനോട് കോപിക്കരുതേ എന്നും താര അപേക്ഷിച്ചു. വിരോധം ഉപേക്ഷിച്ച് ആശ്രിതനായ സുഗ്രീവനോട് ദയവുണ്ടാകണമെന്ന് വീണ്ടും വീണ്ടും അവൾ അപേക്ഷിച്ചു. സുഗ്രീവന് രാവണനെ ഒറ്റയ്ക്ക് എതിർക്കാനുള്ള ശേഷിയില്ല. അതിനായി വാനരപ്പടയെ മുഴുവൻ സുസജ്ജമാക്കാൻ സുഗ്രീവൻ കൽപ്പന കൊടുത്തു കഴിഞ്ഞുവെന്നും അതിനുശേഷം രാമനെ അവിടെ വന്ന് കണ്ടുകൊള്ളുമെന്നും താര ഉചിതമായി മറുപടി പറഞ്ഞു. ഇതോടെ ലക്ഷ്മണൻ്റെ മനസ്സ് തണുത്തു. പേടി മാറിയ സുഗ്രീവൻ ലക്ഷ്മണൻ്റെ മുമ്പിൽ വന്ന് താൻ നന്ദി കെട്ടവനല്ല എന്നുണർത്തിച്ചു. രാവണനെ വധിച്ച് സീതയെ മോചിപ്പിക്കാൻ മാത്രം ശക്തനല്ല താനെന്നും അതിന് രാമൻ തന്നെ മതിയാകുമെന്നും സുഗ്രീവൻ വിനയത്തോടെ പറഞ്ഞു. എല്ലാവിധ സഹായത്തിനുമായി സുഗ്രീവൻ കൂടെ ഉണ്ടാകുമെന്നും വാക്കുകൊടുത്തു. താൻ മരിച്ചു വീഴും വരെ രാമൻ്റെ ദാസനായിരിക്കുമെന്ന് സുഗ്രീവൻ പ്രതിജ്ഞയെടുത്തു. കുറ്റബോധത്തോടു കൂടിയുള്ള സുഗ്രീവൻ്റെ ക്ഷമായാചന കുമാരനെ സന്തുഷ്ടനാക്കി. രാമൻ്റെ മനോവേദന കണ്ടാണ് തനിക്ക് കോപം നിയന്ത്രിക്കാനാകാതിരുന്നതെന്ന് കുമാരൻ സുഗ്രീവനോട് പറഞ്ഞു. ഇതേ തുടർന്ന് തൊട്ടടുത്തു നിന്നിരുന്ന ഹനുമാനെ വിളിച്ച് സുഗ്രീവൻ ഭൂതലത്തിലുള്ള മുഴുവൻ വാനരന്മാർക്കും ദൂതന്മാരെ അയച്ച് 10 ദിവസത്തിനുള്ളിൽ വന്നു ചേരണമെന്ന് കൽപ്പന കൊടുക്കാൻ അറിയിച്ചു. വരാത്തവരെല്ലാം കഠിന ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് സുഗ്രീവൻ ഓർമ്മിപ്പിച്ചു. എല്ലാ സ്ഥലങ്ങളിലേക്കും ദൂതന്മാർ പാഞ്ഞുപോയി. സുഗ്രീവൻ്റെ ആജ്ഞ കേൾക്കാത്ത താമസം വാനരന്മാരെല്ലാം കിഷ്കിന്ധയിലെത്തി. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗമായ വിനീത പ്രേഷണം അടുത്ത ദിവസം വായിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.